ഹായ് ഹലോ വെൽക്കം ടു എസ് പി ട്യൂട്ടോറിയൽസ്. ഇന്ന് നമ്മൾ സ്പീക്കിംഗ് ചലഞ്ചാണ് ചെയ്യുന്നത്. ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഈ ചലഞ്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് മൈ ടീച്ചർ. നമുക്കെല്ലാവർക്കും നമ്മുടെ ടീച്ചർമാരെ വളരെയധികം ഇഷ്ടമാണ്. എന്നിരുന്നാലും ഏതെങ്കിലും ഒരു ടീച്ചറോട് നമുക്ക് പ്രത്യേക സ്നേഹം ഉണ്ടാവും. ആ ടീച്ചറെക്കുറിച്ച് 5 സെൻറ്റൻസുകൾ ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? ഇല്ലെങ്കിൽ ഇവിടെയാണ് നമ്മൾ സ്പീക്കിംഗ് ചലഞ്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. നമ്മുടെ ടീച്ചറെക്കുറിച്ച് 5 ഇംഗ്ലീഷ് സെൻറ്റൻസസ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 5 എണ്ണമല്ല, അതിൽ കൂടുതൽ നമ്മൾ പഠിക്കുന്നുണ്ട്. 5 എണ്ണെങ്കിലും നമുക്ക് പറയാൻ സാധിക്കണം. അപ്പോൾ നമുക്ക് നേരെ പ്രാക്ടീസിലേക്ക് പോവാം. മൈ ടീച്ചർ, എൻ്റെ ടീച്ചർ, എൻ്റെ അധ്യാപകൻ അല്ലെങ്കിൽ എൻ്റെ അധ്യാപിക. മൈ ടീച്ചർ ഈസ് വെരി കൈൻഡ് ദയുള്ള. എൻ്റെ ടീച്ചർ വളരെ ദയുള്ള ആളാണ്. ഹെർ നെയിം ഈസ് അനിത. അവളുടെ പേര് അനിത എന്നാണ്. മൈ ടീച്ചർ ഹാസ് എ ലോട്ട് ഓഫ് നോളജ് അറിവുകളുണ്ട്. ധാരാളം. എൻ്റെ ടീച്ചർക്ക് ധാരാളം അറിവുണ്ട്. ഒരുപാട് വിഷയങ്ങളെക്കുറിച്ച് അഗാധമായിട്ടുള്ള അറിവുണ്ട് എൻ്റെ ടീച്ചർക്ക്. ഷീ ഹെൽപ്സ് സഹായിക്കുന്നു ഞങ്ങളെ. അവൾ ഞങ്ങളെ സഹായിക്കുന്നു. വിത്ത് അവർ ഡിഫിക്കൽറ്റീസ് പ്രയാസങ്ങൾ. ഞങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ ഞങ്ങളെ സഹായിക്കുന്നു. ടീച്ചർ ഞങ്ങളെ സഹായിക്കുന്നു. പ്രയാസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പഠിച്ചപ്പോൾ മനസ്സിലാവാത്ത കാര്യങ്ങളൊക്കെ വീണ്ടും പറഞ്ഞു തന്ന് ഞങ്ങളെ സഹായിക്കുന്നു എന്നുള്ളതാണ്. മൈ ടീച്ചർ ഈസ് വെരി സപ്പോർട്ടീവ്. എൻ്റെ ടീച്ചർ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്, പിന്തുണ നൽകുന്ന ആളാണ്. ഷീ മേക്സ് ലേണിംഗ് ഫൺ. അവളാക്കുന്നു. ലേണിംഗ് പഠനം, ഫൺ രസകരമാക്കുന്നു. അവർ പഠനം രസകരമാക്കുന്നു. ഷീ ഈസ് ഓൾവേസ് വെൽ പ്രിപ്പയർഡ് പറഞ്ഞാൽ വളരെ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടാണ് അവർ ക്ലാസ്സിൽ വരുന്നത്. ഷീ ഈസ് ഓൾവേസ്, അവർ എല്ലായ്പ്പോഴും വെൽ പ്രിപ്പയർഡ്, വളരെ തയ്യാറെടുപ്പുകൾ നടത്തുന്ന ആളാണ്. ക്ലാസ് എടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്ന ആളാണ്. ഷീ എൻകറേജസ് എൻകറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങളെ, അവർ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. എന്തിന്? ടു ആസ്ക്, ചോദിക്കാൻ. ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ചോദിക്കാൻ അവരെപ്പോഴും ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഷീ എൻകറേജസ് അസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ വേണ്ടിയിട്ട് അവരെപ്പോഴും ഞങ്ങളെ പ്രോത്സാഹനം നൽകാറുണ്ട്. ഐ റെസ്പെക്റ്റ് മൈ ടീച്ചർ എലോട്ട്. ഞാൻ ബഹുമാനിക്കുന്നു. മൈ ടീച്ചർ, എൻ്റെ ടീച്ചറെ. എലോട്ട് ധാരാളമായിട്ട്, വളരെയധികം ഞാൻ എൻ്റെ ടീച്ചറെ ബഹുമാനിക്കുന്നു. ഇനി നമുക്ക് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാം. എല്ലാവരും എൻ്റെ കൂടെ സംസാരിക്കണം, വീണ്ടും സംസാരിക്കണം. നാവിനത് വഴങ്ങണം. മൈ ടീച്ചർ ഈസ് വെരി കൈൻഡ്. എൻ്റെ ടീച്ചർ വളരെ ദയുള്ള മൈ ടീച്ചർ ഈസ് വെരി കൈൻഡ്. മൈ ഫാദർ ഈസ് വെരി കൈൻഡ്. മൈ മദർ ഈസ് വെരി കൈൻഡ്. മൈ ബ്രദർ ഈസ് വെരി കൈൻഡ്. മൈ സിസ്റ്റർ ഈസ് വെരി കൈൻഡ്. ഒരുപാട് സെൻറ്റൻസുകൾ നമുക്കൊരു സെൻറ്റൻസ് നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. ഹെർ നെയിം ഈസ് അനിത. അവരുടെ പേര് അനിത എന്നാണ്. ഹിസ് നെയിം ഈസ് അരുൺ. മൈ ഫാദേഴ്സ് നെയിം ഈസ് ഡാഷ്. മൈ മദേഴ്സ് നെയിം ഈസ് ഡാഷ്. ഒരുപാട് സെൻറ്റൻസുകൾ. ഹെർ നെയിം ഈസ് അനിത. അവരുടെ പേര് അനിത എന്നാണ്. മൈ ടീച്ചർ ഹാസ് എ ലോട്ട് ഓഫ് നോളജ്. എൻ്റെ ടീച്ചർക്ക് ധാരാളം അറിവുകളുണ്ട്. എൻ്റെ ടീച്ചർക്ക് ധാരാളം അറിവുകളുണ്ട്. മൈ ടീച്ചർ ഹാസ് എ ലോട്ട് ഓഫ് നോളജ്. മൈ ടീച്ചർ ഹാസ് എ ലോട്ട് ഓഫ് ബുക്സ്. എൻ്റെ ടീച്ചർക്ക് ഒരുപാട് ബുക്കുകളുണ്ട്. മൈ ടീച്ചർ ഹാസ് എ ലോട്ട് ഓഫ് ബുക്സ്. മൈ ടീച്ചർ ഹാസ് എ ലോട്ട് ഓഫ് നോളജ്. എൻ്റെ ടീച്ചർക്ക് ധാരാളം അറിവുകളുണ്ട്. ഷീ ഹെൽപ്സ് അസ് വിത്ത് അവർ ഡിഫിക്കൽറ്റീസ്. അവർ ഞങ്ങളെ സഹായിക്കുന്നു. വിത്ത് അവർ ഡിഫിക്കൽറ്റീസ്, ഞങ്ങൾക്ക് ഞങ്ങളെ പ്രയാസങ്ങളിൽ അവർ ഞങ്ങളെ സഹായിക്കുന്നു. She helps us with our difficulties. She helps with our study. പഠനത്തിൽ ഞങ്ങളെ സഹായിക്കുന്നു. She helps us with our ഹോംവർക്ക് ചെയ്യുന്നതിൽ അവർ ഞങ്ങളെ സഹായിക്കുന്നു. മൈ ടീച്ചർ ഈസ് വെരി സപ്പോർട്ടീവ്. എൻ്റെ ടീച്ചർ വളരെയധികം പിന്തുണ നൽകുന്ന ടീച്ചറാണ്. സപ്പോർട്ട് ചെയ്യുന്ന, ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചറാണ്. മൈ ടീച്ചർ ഈസ് വെരി സപ്പോർട്ടീവ്. ഇത് ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അതേപോലെയുള്ള സെൻറ്റൻസ് തന്നെ കേട്ടോ. മൈ ടീച്ചർ ഈസ് വെരി കൈൻഡ്. മൈ ടീച്ചർ ഈസ് വെരി സപ്പോർട്ടീവ്. ഷീ മേക്സ് ലേണിംഗ് ഫൺ. അവൾ പഠനം രസകരമാക്കുന്നു. ഷീ മേക്സ് ലേണിംഗ് ഫൺ. പഠനം രസകരമാക്കുന്നു. ഷീ മേക്സ് ലേണിംഗ് ഫൺ.
ഷീ ഈസ് ഓൾവേസ് വെൽ പ്രിപ്പയർഡ്. 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 നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട്, എല്ലായ്പ്പോഴും അവർ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടേ ക്ലാസ് എടുക്കാൻ വരാറുള്ളൂ. ഷീ ഈസ് ഓൾവേസ് വെരി പ്രിപ്പയർഡ്. വെൽ പ്രിപ്പയർഡ്, വളരെ നന്നായി തയ്യാറെടുപ്പ് നടത്തിയതിന് ശേഷമേ അവർ ക്ലാസ് എടുക്കാൻ വരാറുള്ളൂ. ഷീ വാസ് ഓൾവേസ്, അവർ എല്ലായ്പ്പോഴും വെൽ പ്രിപ്പയർഡ്, വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യും. ഷീ എൻകറേജസ് അസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഷീ എൻകറേജസ്, അവൾ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ടു ആസ്ക് ക്വസ്റ്റ്യൻസ്, ചോദ്യങ്ങൾ ചോദിക്കാൻ. ഷീ എൻകറേജസ് അസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഷീ എൻകറേജസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ഇനി ഫുട്ബോൾ കളിക്കാൻ വളരെയധികം പ്രോത്സാഹനം നൽകുന്നത് എങ്ങനെ പറയാം? ഷീ എൻകറേജസ് അസ് ടു പ്ലേ ഫുട്ബോൾ. ഷീ എൻകറേജസ് അസ് ടു റൈറ്റ് നോട്ട്സ്. ടു എൻകറേജസ് അസ് ടു സ്റ്റഡി. ഷീ എൻകറേജസ് അസ് ടു ലേൺ ലെസൺസ്. ഒരുപാട് സെൻറ്റൻസുകൾ പറയാം. ഷീ എൻകറേജസ് അസ് ടു ആസ്ക് ക്വസ്റ്റ്യൻസ്. ചോദ്യങ്ങൾ ചോദിക്കാൻ അവർ ഞങ്ങളോട് എപ്പോഴും പ്രോത്സാഹനം നൽകാറുണ്ട്. ഐ റെസ്പെക്റ്റ് മൈ ടീച്ചർ എ ലോട്ട്. ഞാൻ എൻ്റെ ടീച്ചർ ധാരാളമായി ബഹുമാനിക്കുന്നു, ഒരുപാട് ബഹുമാനിക്കുന്നു. ഇതിൽ നിന്ന് ഒരുപാട് സെൻറ്റൻസുകൾ ക്രിയേറ്റ് ചെയ്യല്ലേ. ഐ റെസ്പെക്റ്റ് മൈ ടീച്ചർ എ ലോട്ട്. ഐ റെസ്പെക്റ്റ് മൈ ഫാദർ. ഐ റെസ്പെക്റ്റ് മൈ മദർ. ഐ റെസ്പെക്റ്റ് മൈ ബ്രദർ. ഐ റെസ്പെക്റ്റ്, ഒരുപാട് സെൻറ്റൻസുകൾ. ഐ റെസ്പെക്റ്റ് മൈ ടീച്ചർ എ ലോട്ട്. എൻ്റെ ടീച്ചറെ ഞാൻ ധാരാളമായി ഒരുപാട് ബഹുമാനിക്കുന്നു. എല്ലാവരും വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് ഇതിൽ നോക്കാതെ ഒന്ന് പറഞ്ഞു നോക്കുക. എപ്പോഴാണ് നിങ്ങൾക്ക് കാണാതെ പറയാൻ പറ്റുന്നത്, അപ്പം മുതൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ലഭിച്ചു തുടങ്ങും. താങ്ക് യു ഫോർ വാച്ചിങ്.